കേരളം ഇക്കഴിഞ്ഞ 2014 മുതൽ ഇങ്ങോട്ട് തീഷ്ണമായ അവഗണന നേരിടുകയാണല്ലോ. 2016 മുതൽ ഞങ്ങളുടെ ഗവൺമെൻറ് ഉണ്ട്. ഞാൻ പറയാണ് 2016 ഈ കഴിഞ്ഞ 2022 മുതൽ ഞാൻ രാജ്യസഭയുടെ ഭാഗമാണ്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് എത്ര നേരമാണ് നിവേദനങ്ങൾ തന്നിട്ടുള്ളത്. ഞങ്ങൾ ഭരണഘടനയായി സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ പേരിലൊരു കേസ് നടത്തുകയാണ് ഞങ്ങൾ. എന്നിട്ടും ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ലല്ലോ. ഇന്ത്യയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞങ്ങളെ ഇനിയും അവഗണിക്കുകയാണ് അവർ. നിങ്ങളുടെ പരിഗണന കാത്തിരിക്കുകയല്ല. ഈ കേരളം തനത് വരുമാനം വർദ്ധിപ്പിച്ചു വലിയ തോതിൽ. ഇപ്പോൾ ടൂറിസത്തെക്കുറിച്ചുള്ള റോഡ് മാപ്പ് പറഞ്ഞല്ലോ. ഇന്ത്യയിൽ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളം മാറി. ഇനി സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ പറഞ്ഞല്ലോ, പുതിയ MSMEകളുടെ കാര്യത്തിലും സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിലും ബഡ്ജറ്റിൽ വാദം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അത് സാമ്പത്തിക വളർച്ചയ്ക്ക് നൽകുന്ന സംഭാവനയെക്കുറിച്ച് അതിലൊരു നിർണായകമായ പങ്ക് കേരളത്തിനുണ്ട്. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ, എൻടർപ്രണർഷിപ്പിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട് ഏറ്റവും വലിയൊരു സംഭാവന. ആ സംഭാവനയുടെ പകരമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇനി തീരുന്നില്ല. കേരളത്തിൻ്റെ ഇൻ്റലക്ച്വൽസ് മോശമാണോ? കേരളത്തിൻ്റെ മാനവ വിഭവശേഷി മോശമാണോ? കേരളം ഞങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസം, ഇവിടെ നിന്നും രൂപപ്പെടുന്ന വ്യത്യസ്ത, അതും വീണ്ടും എടുത്തു പറയുന്നു, വ്യത്യസ്ത സാമൂഹിക ഘടനയിൽ നിന്ന് വരുന്ന ആളുകൾ, അവർ മികച്ച തലച്ചോറുകളായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജോലിയെടുക്കുന്നുണ്ട്. അവരിവിടേക്ക് സംഭാവന ചെയ്യുന്നത്, ഇതെല്ലാം ഇന്ത്യൻ എക്കോണമിക്ക് കേരളം നൽകുന്ന സംഭാവനയാണ്. ആ സംഭാവനയ്ക്കാണ്, അതിൻ്റെ വിഹിതമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ഒരു ഫെഡറൽ റിപ്പബ്ലിക്കിൽ ആവശ്യമാണ്. അതിനെന്താ മറുപടി? അതിന് മറുപടി, നിങ്ങൾക്ക് പ്രത്യേകമായി ഒന്നും തന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് സ്വന്തമായി അങ്ങ് അനുഭവിച്ചേക്കണമെന്നാണ്. അതൊരു ദാസ്യപ്പണിയാണ്. രാജാവ് പ്രജയ്ക്ക് വെച്ചു നീട്ടുന്ന ഇത് കൈകൂപ്പി നിന്ന് കാൽ തൊട്ട് വന്ദിച്ച് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളണം എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യമാണ്. ഞങ്ങളിത് മൊത്തത്തിൽ തരികയാണ്. എന്താണ് നിങ്ങൾ മൊത്തത്തിൽ തരുന്ന ഏർപ്പാട്? അത് കേരളം മനസ്സിലാക്കണ്ടേ? ഇപ്പോൾ വീട് കൊടുക്കുന്നു, എന്താണ് നിങ്ങളുടെ നിലപാട്? ഞങ്ങൾ തരുന്നത് ഈ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് വീട് കൊടുക്കുന്നുണ്ട്. ആ വീടിന് സെൻട്രൽ ഷെയർ എത്രയാണ്? സെൻട്രൽ ഷെയർ റൂറലിൽ തരുന്നത് 72,000 രൂപയാണ്. രാഹുൽ ഈശ്വറെ, ഒരു വീട് കേരളത്തിൽ എവിടെയെങ്കിലും 72,000 രൂപയ്ക്ക് ഒരു വീട് വെക്കാൻ പറ്റുമോ? ബാക്കി പൈസ ആരാ കൊടുക്കുന്നത്? കേരളമാണ് കൊടുക്കുന്നത്. അത് ഞങ്ങളുടെ പ്രൊജക്റ്റാണ്. അവർ തരുന്നത് 72,000 ആണ്. 72,000 വീട് വെച്ചാൽ പോകുന്നതാണ്. ഇനി അവർ 72,000 രൂപ തന്നിട്ട് ആ വീട്ടിൽ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുദ്ര പതിപ്പിക്കണം. പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചു ഞങ്ങൾ. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ പറയുകയാണ്, ഞങ്ങളിതാ ഇന്ത്യയിലെ സ്കൂളുകളിലെല്ലാം തന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുക്കും. നല്ല കാര്യമാണ്. പക്ഷേ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറി കേരളം. സ്മാർട്ട് ക്ലാസ് റൂമുകളില്ലാത്ത പള്ളിക്കൂടങ്ങൾ ഇന്ന് വിരളാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്തിന് മുൻപേ സഞ്ചരിക്കുന്ന, വിവിധ സംസ്ഥാനങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കുന്ന ഒരു സ്റ്റേറ്റായി കേരളം മാറി. നമ്മുടെ രാജ്യത്തെ അഭിമാനകരമായ നേട്ടം എല്ലാ മേഖലയിലും, ആരോഗ്യരംഗത്ത്, മെഡിക്കൽ ടൂറിസത്തെക്കുറിച്ച് പറഞ്ഞു. ഉറപ്പുണ്ട്, ഇന്ത്യയിൽ മെഡിക്കൽ ടൂറിസം ഈ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചതിനെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ. ആ മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി കേരളം മാറും. എന്തുകൊണ്ട് കേരളം മാറുന്നു? കേരളത്തിനുണ്ടാകുന്ന ആ നേട്ടം ഇന്ത്യൻ എക്കോണമിക്ക് സംഭാവന ചെയ്യല്ലേ? എന്തുകൊണ്ട് അത് കാണുന്നില്ല? ഇപ്പോൾ ഇവിടെ അജിംസ് ഉൾപ്പെടെ വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞു. വിഴിഞ്ഞം വരുന്നത്, വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ഞങ്ങൾ പണം ചോദിച്ചു. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പോലും അനുവദിക്കില്ല എന്നിപ്പോൾ മലക്കം പറഞ്ഞു അവർ. വിഴിഞ്ഞത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തിനും തിരുവനന്തപുരം നഗരത്തിനും വലിയ മാറ്റപരമാണ്. ഇന്ത്യയിലെ മുൻനിര സിറ്റികളിലൊന്നായി തിരുവനന്തപുരം മാറാൻ പോവാണ്. അത് ഇന്ത്യൻ എക്കോണമിക്ക് വിഴിഞ്ഞവും ആ തിരുവനന്തപുരവും ഇനി നൽകാൻ പോകുന്ന സംഭാവന എത്രയായിരിക്കും? എത്ര കോടികളുടെ ഇതായിരിക്കും? അപ്പോൾ അതിനുവേണ്ടി രാജ്യത്തിൻ്റെ ആകെ പുരോഗതിക്ക് ഇവിടെ മുതൽ മുടക്കുന്നത് നല്ലതാണ് എന്ന ചിന്തയല്ലേ ഒരു യൂണിയൻ ഗവൺമെന്റ് വേണ്ടത്? ഞാൻ രാഹുൽ ഈശ്വറോട് ചോദിക്കുകയാണ്, നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവർ തുടർച്ചയായി, ഞാൻ പെട്ടെന്ന് ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവർ തുടർച്ചയായി പറയുന്നത് ജനസംഖ്യാ നിയന്ത്രണം നേടിയ, വിദ്യാഭ്യാസം നേടിയ, സമ്പൂർണ്ണ സാക്ഷരത നേടിയ, അങ്ങനെ സാമൂഹിക പുരോഗതി ആർജിച്ചെടുത്ത സ്ഥലങ്ങളിൽ, അതാണല്ലോ ജോർജ് കുര്യൻ്റെ പ്രസ്താവനയുടെ കാതൽ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല ഇനി പണം മുടക്കേണ്ടത്. ഇനി പണം മുടക്കേണ്ടത് ഇതുപോലെ പിന്നോക്കം നിൽക്കുന്നതാണ്. ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, BJPക്ക് സ്വാധീനമുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ പിന്നോക്കം തന്നെയാണ് ഇപ്പോഴും എന്നവർ സമ്മതിക്കുകയാണ്. BJP ഇതൊരു അധികാരത്തിൽ വരാത്ത കേരളം അവരെക്കാലൊക്കെ മുൻപിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നും അവർ സമ്മതിക്കുകയാണ്. ഇനി രണ്ടാമതൊരു കാര്യം, അതല്ലല്ലോ വേണ്ടത്. ഓരോ സംസ്ഥാനവും നേടിയ നേട്ടമത്ര, അവിടെ നിന്ന് ആ മേഖലയിൽ ഇനി മുന്നോട്ട് പോകാൻ വേണ്ട ഫിനാൻഷ്യൽ പാക്കേജും റൂട്ട് മാപ്പുമല്ലേ നമുക്ക് വേണ്ടത്?